സോ ഹലോ ഗൈസ്, നിങ്ങൾക്ക് റിയാൻ ഇഷ്ടപ്പെട്ടെന്ന് എന്തായാലും മനസ്സിലായിട്ടുണ്ട്. അതിന് നല്ല വ്യൂസ് ഉണ്ട്. പക്ഷേ നിങ്ങളാരും കമൻറ്റ് ചെയ്യില്ല. എനിക്ക് ഹർട്ടായിട്ടുണ്ട്. നമ്മൾ എന്തായാലും നമുക്ക് സസ്പെൻസ് കൊടുക്കാൻ പോകാം. റിയ ഷിൻസാനെ ഒരു സ്ഥലം വരെ ഞാൻ പോയിട്ട് വരാം. ശരി ചേട്ടാ, പോയിട്ട് വാ. പോയിട്ട് വാ. സോ ഗൈസ്, നമ്മൾ അവരുടെ അടുത്ത് വെറുതെ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. നമുക്കെന്തായാലും പെട്ടെന്ന് ഡൊമിങ്കോസിൻ്റെ അടുത്തേക്ക് വിടാം. അവനാണല്ലോ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആവശ്യമുള്ളത്. എന്തായാലും അവന് എനിക്ക് ഒരു കാറിൻ്റെ ലൊക്കേഷൻ പറഞ്ഞു തരാനാണ് പറഞ്ഞത്. ഏത് കാറാണെന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. അവൾ എന്നെ അവിടെ വിടാൻ വേണ്ടി കാത്തുനിന്ന് ഭയങ്കര കെയറിങ് ആണ് ഗൈസ്. അത് വെച്ച് നമ്മൾ ഗേൾഫ്രണ്ട് ഭയങ്കര കെയറിങ് ആണ്. ഇപ്പം എല്ലാവരും അങ്ങനെയാണല്ലോ ഗൈസ്. ഇനി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. എന്നിട്ട് ഈ എത്ര ദിവസം നമ്മുടെ ഇവിടെ വേണമെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മളവരെ പറഞ്ഞു വിടുമല്ല അറിയാലോ ഗൈസ്. നിങ്ങൾ പറയുന്ന പോലെയാണ് കാര്യങ്ങൾ. നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഗൈസ്. അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യൽ എനിക്ക് വിഷമമാണ് ഗൈസ്. ആവശ്യമല്ല, എനിക്ക് വിഷമമാവും ഗൈസ്, ഫീലാവും. ഈ വട്ടം ഞാൻ ഡൊമിങ്കോസിനെ കുറിച്ച് ഫുള്ളി റിവീൽ ചെയ്യാൻ പോവുകയാണ് ഗൈസ്. എന്താണെന്ന് വെച്ചാൽ ഡൊമിങ്കോസിന് GTA 5 എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വന്നത്. അപ്പോൾ അവൻ കുറേ നാളായി നമ്മളെ അങ്ങോട്ട് വിളിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ ഇന്നലെ നാളെ അങ്ങോട്ട് പോകും ഗൈസ്. അതിൻ്റെ വീഡിയോ എന്തായാലും വരും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ഓളിൽ വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് ഇറങ്ങിയാലും വിളിച്ചു നോക്കാം. എന്തായാലും ആദ്യം ഫോൺ കിട്ടട്ടെ. എന്നാ ഡൊമിങ്കോസെ, എനിക്കൊരു ലൊക്കേഷൻ വേണമല്ലോ. കാറിൻ്റെ ലൊക്കേഷൻ എൻ്റെ വീട്ടിൽ വാ. സോ ഗൈസ്, അവൻ പറഞ്ഞ വീട്ടിലേക്ക് വരാനാണ്. നമ്മളെ വീടിൻ്റെ അടുത്താണെന്ന് അവൻ അറിയായിരിക്കും. കാരണം എപ്പോഴും അങ്ങനെയാണ് പോണത്. മുറുക്കാൻ തുപ്പിയിട്ടുണ്ട്. സീനില്ല. ഒക്കെ എന്തായാലും അവൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് കയറി പോവാം. അവൻ എല്ലാ ലൊക്കേഷനും അറിയാം. ഇവിടുത്തെ ആളല്ലേ, പക്ഷെ അവന് എല്ലാ കാര്യം അറിയാം. ഡൊമിങ്കോസെ മോന്. എടാ, നീ സ്ക്വിഡ് ഗെയിമിൽ പോയി കോമ കോച്ചി അല്ല, നമ്മൾ റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് ഗെയിം കളിച്ച് ലംബോർഗിനി ഉറൂസ് പ്രൈസായിട്ട് കിട്ടും. കൺസെഷൻസ് ആയിട്ട് ചെന്ന് നിങ്ങൾക്ക് എല്ലാം മനസ്സിലായിക്കോളും. സോ ഗൈസ്, ഈ വട്ടം എന്താ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലായി. എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ച് കാര്യം മനസ്സിലായി. നമ്മൾ കൺസെഷൻസിൽ ചെന്നാൽ നമ്മൾ സ്ക്വിഡ് ഗെയിമിലേക്ക് പോകും. അപ്പോൾ അവിടെ നിന്ന് റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് ജയിച്ചാൽ നമുക്ക് ലംബോർഗിനി ഉറൂസ് കിട്ടും. അതാണ് ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് ലാഗൊന്നും ആക്കേണ്ടത്, നമുക്ക് പെട്ടെന്ന് പോവാം. പിന്നെ ഞാൻ നേരത്തെ വന്നപ്പോൾ തന്നെ മനസ്സിലായി കാണും, ഈ കാർ ഞാൻ കുറച്ച് മോഡിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. എന്താണ് കണ്ടോ, ചാടാനൊക്കെ പറ്റും ഗൈസ്. പക്ഷേ ഇതൊരു വലിയ ഡിസഡ്വാൻറ്റേജ് പറഞ്ഞൊരു കാര്യമാണ്. കണ്ടോ, ഒരു ചാടാൻ പോയി പിടിച്ച് കുറേ ഡാമേജൊക്കെ വരും. അത് വേറെ കാര്യം. എന്തായാലും ഇവിടെ എങ്ങനെ പാർക്ക് ചെയ്ത് നേരെ പോയി ഇറങ്ങാം ഗൈസ്. ഇവിടെ പാർക്ക് ചെയ്യാം. നമുക്ക് ഇറങ്ങി പോവാമല്ലോ ഗൈസ്. ഓടിറങ്ങണ. സോ ഗൈസ്, നമ്മളങ്ങനെ ഏതോ ഒരു സ്ഥലത്തേക്ക് ടെലിപ്പോർട്ടുണ്ട്. നമ്മൾ ഈ ഒരു ചതുരക്കട്ട പോലെ ആയിട്ടുണ്ട്. ഇവിടെ ബല്ല കളിക്കണോ? കുറച്ച് ബല്ല ആവാം. നമ്മുടെ ഗെയിം ഇപ്പോൾ ദേ തുടങ്ങിയിട്ടുണ്ട്. ടെലിപ്പോർട്ടിങ് എന്നാണ് കാണിക്കാൻ. ഞാൻ ഇങ്ങോട്ടാണ് പോകുന്നത്. സോ ഗൈസ്, ഇവർ നമ്മളെ വിളിച്ചു വെച്ചിരിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഈ പറയുന്നൊന്നും മനസ്സിലാവുന്ന എനിക്കറിയാം. നമ്മൾ കളിക്കേണ്ട ഗെയിം ഇതൊക്കെയാണ്. പക്ഷേ എനിക്ക് ആകെ കളിക്കേണ്ടത് റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് ഗെയിംസ് ആണ്. ഇതൊക്കെ ബാക്കി ആരെങ്കിലും വന്ന് കളിച്ചോളും. വെറുതെ ഇത് നിങ്ങൾക്ക് കാണാൻ നേരം നമ്മൾ റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് ആണ് കളിക്കുന്നത്. എന്താ ഇത് കൊച്ചിനെയൊക്കെ കൈ കൊടുക്കുന്നത്? അതൊന്നും നോക്കണ്ട, നമ്മുടെ കയ്യിലല്ല തന്നേക്കണം. നമുക്ക് എന്തായാലും പോകാൻ കഴിച്ചു. നമ്മൾ ഇവിടെ പോയി നമ്മുടെ ഫോട്ടോ എടുത്തിട്ട് ഈ വഴി കയറി ആ ടൈം കണ്ടോ, അത് ഇതിനേക്കാൾ മുമ്പ് ഈ വഴി കയറിയാൽ നമ്മൾ ആ സ്ഥലത്ത് ടെലിപ്പോർട്ടാകും കഴിച്ചു. ഇവിടെ ഇറങ്ങിയപ്പോൾ നമ്മുടെ ടൈം റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് ഓട പെട്ടെന്ന് ഓടിയാ. സോ ഗൈസ്, പണിയാണ്. ഓടിപ്പോവാൻ കഴിച്ചു. എനിക്ക് സ്പീഡും കുറവാണ്. പെട്ടെന്ന് പോകും. എനിക്കൊന്ന് കഴിച്ച് നമ്മൾ തോറ്റു വന്ന് കുറച്ച് സെക്കൻഡും കൂടി പെട്ടെന്ന് ഓടാൻ കഴിച്ചു. ഓടി എത്തി കഴിച്ചു. നമ്മളങ്ങനെ ജയിച്ചു. ഒരു ഡാൻസൊക്കെ അങ്ങോട്ട് കളിക്കാം. അങ്ങനെ നമുക്ക് ആ ലംബോർഗിനി ഗോൾഡൻ ഉറൂസാണ് കിട്ടിയത്. വെറുതെ ഉറൂസ് എന്നാ പറയാൻ, ഗോൾഡൻ കിട്ടുന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല കഴിച്ചു. എന്തായാലും ഇതെടുത്ത് നേരെ നമ്മുടെ ലൗഡ് വൺസിൻ്റെ അടുത്ത് പോകാൻ. എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ അടുത്ത് നിന്നല്ല, റിയ ആൻഡ് ഷിൻചാൻ്റെ അടുത്തും പോവാൻ കഴിച്ചു. പെട്ടെന്ന് പോവാം. ആദ്യമായിട്ടാണ് ഞാൻ റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് ഗെയിം കളിച്ചതും അതിൽ പെട്ടെന്ന് ജയിക്കുകയും ചെയ്ത്. ഈ കാറും പെട്ടെന്ന് കിട്ടി. എല്ലാം പെട്ടെന്നായിപ്പോയി ഗൈസ്. എന്താണെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും പെട്ടെന്ന് പോവാം.
കാരണം ഇത് ഭയങ്കര സ്ലോ ആണ് ഗൈസ്. ഈ ലംബോർഗിനി ഉറൂസ് എന്താണ് സ്ലോ എന്നറിയില്ല. പിന്നെ വലിയ ചാട്ടമില്ല. അത്രേ കയറ്റി സിൻസെറ്റ്. ഇനി നമുക്ക് നേരെ പോയി റിയേനെയും ഷിൻഷാനെയും പോയി വിളിച്ചിട്ട് വരാം ഗൈസ്. അവരുടെ ഒപ്പീനിയൻ എന്താണ്, അവർക്ക് ഇഷ്ടമായോ ഇഷ്ടമായില്ലേ എന്ന് നമുക്കറിയണ്ടേ. നമുക്ക് അവരുടെ അടുത്ത് പോയി പെട്ടെന്ന് വിളിച്ചിട്ട് വരാം ഗൈസ്. സോ ഗൈസ് അങ്ങനെ മേലെ എത്തിയിട്ടുണ്ട്. റിയ ഷിൻഷാൻ ഇവിടെ താഴത്തേക്ക്. സോ ഗൈസ് അവർക്കാണെങ്കിൽ നല്ല മുട്ടൻ സർപ്രൈസാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. എന്താ അവരുടെ റിയാക്ഷൻ കാര്യമൊന്നും അറിയില്ല. നമുക്ക് എന്തായാലും പെട്ടെന്ന് ഓടി അങ്ങോട്ട് പോവാം. എവിടെ ഈ വഴിയാണ് പോകുന്നത്. അതിന് ഓടി ലംബോർഗിനി ഉറൂസ് ഞാൻ താറ്റി. അവർ ഇപ്പോഴേക്കും വരുമായിരിക്കുമല്ലേ? വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. എനിക്ക് വരുമോ ഇല്ലയെന്നൊന്നും അറിയില്ല. നമുക്കെന്തായാലും വെയിറ്റ് ചെയ്യാം ഗൈസ്. അങ്ങോട്ട് പോയി നോക്കാം. ഈ ഷിൻഷാനെ എടുത്തോണ്ടാണോ ഇവിടെ വന്നത് എനിക്കറിയില്ല ഗൈസ്. ഇവിടെ നിന്ന് കാണണമൊന്നുമില്ല. നമുക്കെന്തായാലും നോക്കാം. ഇവിടെ വെയിറ്റ് ചെയ്യാൻ കുറച്ച് നേരം. ഇവിടെയും കാണുന്നില്ലല്ലോ. എനിക്കറിയില്ല ഗൈസ്. പോയാ. സോ ഗൈസ് അവിടെ എത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഷിൻഷാനെ റിയ നമ്മുടെ കാറ്? മേടിച്ചോ? സോ ഗൈസ് അവർക്ക് രണ്ടുപേർക്കും നമ്മുടെ കാർ ഇഷ്ടമായിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബറിനേക്ക് ഓളിയൊക്കെ എന്തായാലും GTA 5 പോണ വീഡിയോസും വരും. കാർ അടിച്ചു മാറ്റുന്ന വീഡിയോസും വരും. അപ്പം